Hey guys, it's me Sudesh Lalita once again. Welcome back to my channel. Hey guys. Hey guys. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളായി നമ്മൾ വീഡിയോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ ഇങ്ങോട്ട്. നമ്മൾ വീട് പണി കഴിഞ്ഞ പിന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാം വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഒന്നും ഇല്ലാണ്ടുന്നത്. അപ്പോൾ ഒരു ഫാമിലി വ്ളോഗായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. വീഡിയോ എല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വൈഫ് കുഞ്ഞൂന് പിന്നെ അവൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ട് കുറേ നാളായി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട് പണിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ മിഡോസിലാണ് നമ്മൾ മേക്കപ്പിനുള്ള പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. കുറേ നാളായിട്ടുള്ള അവളൊരു ആഗ്രഹമാണ്, അത് നമുക്കിത് സാധിച്ചു കൊടുക്കാം. കുഞ്ഞു, നമ്മളപ്പോൾ ഇന്ന് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോയാണ്. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം. എന്ത് തോന്നുന്നു? ദേഷ്യം ഉണ്ടോ കുറേ നാൾ മേടിച്ചു തരാൻ? ഗൈസ്, അങ്ങനെ കുഞ്ഞുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം നമ്മൾ നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. ഇതും കൂടെ വാശി പിടിച്ച് കളിക്കുന്നുണ്ട്. ചാറ്റ് പോകാൻ വേണ്ടി പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ചാറ്റ് പോണ്ടേ? വാ ഇനി വാ. ചാറ്റ് പോവാം. എടുക്ക് ചാറ്റ് പോലെ. കാറിൻ്റെ താക്കോലെന്തേ? കാറിൻ്റെ താക്കോലെന്തേ? താക്കോലെടുക്ക് പോലെ. അതാ താക്കോല് അന്നതാ. ഇതാ ഇടാ. ഇതാ അതെടുക്ക്. എടുക്ക്. തുള്ളി എടുക്ക്. തുള്ളി എടുക്ക്. തുള്ളി എടുക്ക്. എടുക്കാൻ പറ്റുന്നില്ലേ? എടുക്കാൻ സ്കൂട്ടി അല്ല, കാറ്. അതല്ല, കാറ് പോവാം. കാറിൽ പോവാം. എടുക്ക്. എടുക്കാൻ പറ്റുന്നില്ലേ? എടുക്ക്. പൊക്കി എടുക്ക്. പൊക്ക് ഇങ്ങനെ പിടിക്ക്. കിട്ടിയാ? അമ്മേനെ വിളിക്കുക. ചാറ്റ് പോകാൻ. കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം വീണ്ടും ശക്തമായി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിനി വീഡിയോ എത്ര നാൾ പോകുന്നവരെ ഉറപ്പില്ലാന്ന്. ചാറ്റ് പോവാം. അപ്പോൾ നമ്മൾ കുഞ്ഞിന് കുറച്ച് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടി പോകുന്നൊരു വീഡിയോ ആണ് ഇന്നത്തത്. പോവാം. ചാറ്റ് പോവാം. ബാ എനിക്ക് പോലെ. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ടാറ്റ പറ. അങ്ങനെ കുഞ്ഞു ആദ്യം അങ്ങനെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. അവിടെ ഫുൾ എക്സൈറ്റഡ് ആണ്. വണ്ടി ഒന്ന് കഴുകിത്തരില്ലേ? നോക്കിയേ, ചളി പുള്ളിയാണ്. ഗൈസ്, നമ്മൾ ബെല്ല് ചെയ്താൽ വലുതായിട്ടുണ്ട്. ബെല്ലക്ക് 1 വയസ്സാവാൻ വേണ്ടി പോവുകയാണ്. ബെല്ല ചാറ്റ പറ. ഗൈസ്, നമ്മളെ വീടിൻ്റെ ഒരു ഹോം ടൂർ നമ്മൾ ചെയ്യാൻ ഇങ്ങനെ പ്ലാനിട്ട് നിൽക്കുന്നുണ്ട്. സൈഡിൽ വെച്ച ചെടികളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ ഹോം ടൂർ എന്തായാലും താമസിയാതെ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞു നമ്മൾ പോവാല്ലേ? എന്നാല് എന്താ പോന്നേ? ജിങ്കടു എവിടെ പോവാ? ടാറ്റ പോന്നേ. ഓക്കേ പറ. പൈസ നമ്മളെ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡാണിത്. ചെറിയൊരു 100 മീറ്റർ 150 മീറ്റർ റോഡ്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്.
ഭാവിയിൽ നല്ല റോഡാവുമായിരിക്കുമല്ലോ ഇഞ്ഞു. നമ്മുടെ പെരിങ്ങോത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ പുതിയ വീടാക്കിയിട്ടുണ്ടായത്. ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. മതിലായതുകൊണ്ട് കാണുന്നില്ല ഗായ്സ്. നമ്മൾ പയ്യന്നൂർ ചെറുപുഴ റോഡിൻ്റെ മെയിൻ റോഡിലേക്ക് കടക്കുകയാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കുഞ്ഞു അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി എവിടെയാ പോണ്ട്? ജുങ്കുരു അടുത്തേക്കാ പോണ്ടേ? മാനോഷ്. ഗായ്സ്, അങ്ങനെ നമ്മൾ മീറ്റ് ഹൗസിലെത്തി. കുഞ്ഞുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ മീറ്റ് ഹൗസ്. ഗായ്സ്, അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങി കുഞ്ഞ് പുറത്തിറങ്ങി. എനിക്ക് കളി പറയാം കെട്ട സാധനം. ഇവിടെ പോവാ. അമ്മ കയ്യെന്താ നോക്കി.
ഗൈസ് അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് വൈകുന്നേരം 3 മണിയായി. നമ്മൾ നേരെ ഇതാ കണ്ണൂര് ഹോട്ടൽ കാർത്തികയിൽ വന്നു. ഹോട്ടൽ കാർത്തികയിൽ ഊണ് കഴിക്കാൻ വേണ്ടി വന്നാൽ വൈകുന്നേരം 3 മണിയായിട്ട് ഇവിടെ ഊണ് തീർന്നിട്ടില്ല. താഴെ നല്ല ക്രൗഡുണ്ട്. നമ്മൾ എ സിയിലാണ് കയറിയിട്ടുള്ളത്. കുഞ്ഞുതാ നല്ല സന്തോഷത്തിലാണെങ്കിലും വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞു. ചേച്ചി ഒരു പൊതിച്ചോറാണ് പറഞ്ഞേ, ഒരു പൊതിച്ചോറാണ് പറഞ്ഞേ, ഒരു മീൽസും. റൈസ് അങ്ങനെ നല്ല കിടിലൻ ചോറ് വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ പൊതിച്ചോറ്. നല്ല കിടിലൻ പൊതിച്ചോറ്. ആൾക്കാരിങ്ങനെ കണ്ടിട്ട് വെറി പിടിക്കണം. സെറ്റ് സാധനം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചെമ്മീൻ ഫ്രൈ. വലിയ പപ്പടം മസ്റ്റ് ഫ്രൈ ആണ്. ഗൈസ് അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ ഞങ്ങൾ കണ്ണൂർ കാർത്തിക ഹോട്ടൽ, കണ്ണൂർ കാർത്തിക ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളി ഭക്ഷണം, സൂപ്പർ. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. പിന്നെ ഇവിടെ കണ്ട വേറൊരു അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഹോട്ടൽ കാർത്തിക കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ടൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ചത് കണ്ടോ, ലഹരി ഉപയോഗിക്കാത്ത, കയ്യിൽ കാശില്ലാത്ത, വിശക്കുന്ന ആർക്കും ഫ്രീ ആയി ഭക്ഷണം പാഴ്സൽ ചോദിച്ച് വാങ്ങാവുന്നതാണ്. ഇതോടെ ഇങ്ങനെ ഒരു വെറുതെ ഒട്ടിച്ചത് മാത്രമല്ല, ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ കണ്ടതാണ്. ഒരു പാവപ്പെട്ടൊരമ്മ വന്നിട്ട് ഭക്ഷണം പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്നത്. ആ അമ്മ ചോറ് വാങ്ങിയിട്ട് പോയ സമയത്ത് അമ്മയുടെ മുഖത്ത് കണ്ടൊരു ചിരിയുണ്ട്. അത് തന്നെയാണ് ഇവരുടെ വിജയം. ഹോട്ടൽ കാർത്തിക 1987 മുതൽ കണ്ണൂരിലില്ലയാണ്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. ഫുഡ് അത്യാവശ്യം പൈസ ഉള്ളതാണ്, പക്ഷെ എന്നാലും ക്വാളിറ്റീൻ്റെ ഫുഡാണ്. ഞാനൊരു സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. ആദ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. നല്ല ഫുഡായതുകൊണ്ടാണ് ഞാൻ വൈഫിനെയും കൂട്ടി വന്ന സമയത്ത് ഇവിടെ തന്നെ കയറി കഴിക്കുക. എത്ര ലേറ്റ് ആയാലും ഇവിടെ തന്നെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അവളും ഹാപ്പിയായി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുന്നു. എന്താ കഴിക്കുന്നേ? ഐക്യമാ? കഴിച്ചേ ആ ചൂടാ
രസം അത് നിർബന്ധ. നല്ല കോക്ടെയിലാണ് ഗൈസ്. ജ്യൂസ് കോക്ടെയിലോ എന്താ അങ്ങനെ പേര് കോക്ടെയിലാണ്. ഗൈസ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ആദ്യത്തെ നമ്മുടെ വീട് വെച്ചത്. ഞങ്ങൾ ഇന്ന് പോയിട്ട് കുറേ മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങി. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറേ നാളത്തെ കുറേ വർഷങ്ങൾ ആഗ്രഹമായിരുന്നു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം. അതിന് സുധീറിന് തുടക്കം ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയി തീരണം. അല്ലെങ്കിൽ സുധീരൻ എന്നെ കൊല്ലും. അങ്ങനെ എനിക്ക് രണ്ടുപേരോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഒന്ന് സുധീറിനോട് മെയിനായിട്ട്, പിന്നെ എൻ്റെ ഷിനി ചേച്ചി. എനിക്ക് ഇവരുടെ രണ്ടുപേരും സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കാര്യം നടക്കൂലായിരുന്നു. പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, സത്യം ഫിനാൻഷ്യൽ സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും വേണമല്ലോ. പിന്നെ സത്യം പറഞ്ഞാൽ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം സത്യം കണ്ണൊക്കെ നിറഞ്ഞു പോയി. സുധനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടത്തി തരും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഗൈസ്, അങ്ങനെ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു പർച്ചേസിന് പോയതായിരുന്നു. ചെറുതല്ല, കുറച്ച് വലുതായി പോയല്ലോ. നല്ല എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിലെ പൈസയും കഴിഞ്ഞു, ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു. ബൈ.